SolidWorks ആറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്പ്ലൈൻ കമാൻഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്ലൈൻ കമാൻഡ്സ് ആണ്. സോ നമുക്ക് അതിന് ഒരു സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ 3 ടൈപ്പാണല്ലോ. ഒന്ന് നോർമൽ സ്പ്ലൈൻ, സ്റ്റൈൽ സ്പ്ലൈൻ ആൻഡ് ഇക്വേഷൻ ഡ്രിവൻ സ്പ്ലൈൻ. നമുക്ക് അതിന് തന്നെ നോർമൽ സ്പ്ലൈൻ സെലക്ട് ചെയ്യാം. ഈ സ്പ്ലൈൻ യൂസ് ചെയ്യുന്ന ഒരു കർവ്സ് ഫോം ചെയ്യാനാണ്. കർവ്സ് യൂണിഫോം ആയിരിക്കില്ല, ആർക്ക്, സർക്കിൾ പോലെ, എലിപ്സ് പോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കർവ് വരയ്ക്കാം. അതാണ് സ്പ്ലൈൻ്റെ പ്രത്യേകത. ഈ സ്പ്ലൈൻ്റെ ഒരു ലൈൻ സ്ട്രൈറ്റ് ലൈൻ പോലെ കണ്ടിന്യൂസ് ആയിട്ടും വരണേ. അത് എൻഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ജസ്റ്റ് എവിടെയാണ് എൻഡ് ചെയ്യേണ്ടത് ആ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ സെലക്ട്. അന്നേരം ആ പോയിന്റ് വെച്ച് സ്പ്ലൈൻ ഉണ്ടാവും. ഓക്കെ, ഇതിന് കൺട്രോൾ ചെയ്യണം. ഈ സ്പ്ലൈൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവിടെ കുറേ പോയിന്റ്സ് കാണാം, കൺട്രോൾ പോയിന്റ്സ്. അത് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്പ്ലൈൻ്റെ ഓരോ ഇതും കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ എനിക്ക് ഇവിടെയാണ് കൺട്രോൾ ചെയ്യണത്, പക്ഷെ ഇവിടെ ഒരു പോയിന്റ്സ് ഇല്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. ഈ സ്പ്ലൈന് റൈറ്റ് ക്ലിക്ക് എടുക്കുക, അതിനുശേഷം ഇൻസേർട്ട് സ്പ്ലൈൻ പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ പോയിന്റ്സ് എവിടെയാണ് വേണ്ടത് അവിടെ ആഡ് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക് സെലക്ട്, അതിനുശേഷം നമുക്ക് ഇവിടെ പിടിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അത് വലിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സ്പ്ലൈൻ്റെ മൂവ്മെൻറ്റ് മെയിനായിട്ട് തന്നെ ഈ രണ്ട് അടുത്ത കൺട്രോൾ പോയിന്റിന് അപ്പുറത്തേക്ക് മെയിനായിട്ട് ഇതിൻ്റെ പോകുന്നില്ല. പിന്നെ ഇതിനകത്ത് വേറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡിസ്പ്ലേ കൺട്രോൾ പോയിന്റ്. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ കൺട്രോൾ ആവശ്യമുണ്ട്, ഈ സ്പ്ലൈൻ്റെ ആകൃതി കൂടുതൽ കൺട്രോൾ ആവശ്യമുണ്ട്, ഡിസ്പ്ലേ കൺട്രോൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഒരു സ്പ്ലൈനിന് അറൗണ്ടായിട്ട് ഒരു പോളിഗൺ പോസ്റ്റ് ചെയ്ത് കാണാം. അത് വെച്ച് നമുക്ക് സ്പ്ലൈൻ വീണ്ടും കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ഷോ കർവേച്ചർ കോമ്പോസ് ആണ്. ഇത് എത്രമാത്രം കർവേച്ചർ ഉണ്ടെന്ന് കാണാൻ പറ്റുന്നൊരു ഇതാണിത് നമ്മുടെ സ്പ്ലൈനിന്. ഓക്കെ, അത് നമുക്ക് ഓഫ് ചെയ്യാം. ദെൻ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഷോ മിനിമം റേഡിയസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്ലൈൻ്റെ ഏറ്റവും മിനിമമായ റേഡിയസ് അത് നമുക്ക് കിട്ടുന്നതാണ്. അതാണ് നോർമൽ സ്പ്ലൈൻ്റെ ഒരു പ്രത്യേകത. ദെൻ നമുക്ക് അടുത്ത സ്പ്ലൈൻ ടൂളിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്തത് ഇക്വേഷൻ ഡ്രിവൻ കർവാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്ന് എക്സ്പ്ലിസിറ്റ് ആൻഡ് 2 പാരാമെട്രിക് ആണ്. ഇവിടെ XY കോർഡിനേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആസ് എ ഫങ്ഷൻ ഓഫ് T. സോ എക്സിന് ഒരു T വാല്യൂ, Tയുടെ T² - 2T ആ ടൈപ്പിലൊരു ഇക്വേഷൻ എഴുതുക. ദെൻ ഇവിടെ അതുപോലെ എഴുതുക. T1 T2 എൻഡ് പോയിന്റ്സ് സ്പെസിഫൈ ചെയ്താൽ മതി. ദെൻ എക്സ്പ്ലിസിറ്റ് ഇത് വൈക്ക് എക്സിൻ്റെ ടൈംസിൽ ഒരു ഇക്വേഷൻ കൂടെ എഴുതി വയ്ക്കുക. ദെൻ എൻഡ് പോയിന്റ്സ് സ്പെസിഫൈ ചെയ്യുക. ഒരു എക്സാമ്പിൾ കാണിച്ച് y = sin of x കൊടുക്കുക. x 0 to 10 കൊടുക്കുക. ഇത് റേഡിയലാണ് യൂണിറ്റ്. നമുക്കിവിടെ ഒരു സ്പ്ലൈൻ ഒരു സൈൻ വേവ് ഫോമായിട്ട് കാണാം. ഇതാണ് ഇക്വേഷൻ ഡ്രിവൻ കർവിൻ്റെ ഉപയോഗം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓക്കെ ഫ്രണ്ട് പ്ലെയിൻ. മൂന്നാമത് സ്റ്റൈൽ ഷൈൻ ആണ്. ഓക്കെ, ഇത് സാധാരണ സ്പ്ലൈൻ പോലെ തന്നെയാണ് വരയ്ക്കുക. നമുക്കൊരു ആദ്യം ഇവിടെ നമ്മുടെ കൺട്രോൾ പോളിഗനാണ് വരച്ചു പോവുക. ആദ്യത്തെ സ്പ്ലൈനിനെ അപേക്ഷിച്ച് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവിടെ റൈറ്റ് ക്ലിക്ക് ദെൻ സെലക്ട് ചെയ്യുക. ഈ പോയിന്റ് സ്റ്റോപ്പ് ആയി കാണാം. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്പ്ലൈൻ്റെ ഓരോ കർവേച്ചർ നമുക്ക് ചൂൺ റിഫൈൻഡ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്പ്ലൈൻ
സ്റ്റൈൽ സ്പ്ലൈൻ്റെ പ്രത്യേകത. പിന്നെ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ പോളിഗണിൻ്റെ എഡ്ജ് സെലക്ട് ചെയ്ത് നമുക്ക് റിലേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് റിലേഷൻസ് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലായി കൊടുക്കാം. പിന്നെ നമുക്ക് ഇച്ചിരി റിഫൈൻഡ് ആയിട്ട് കൺട്രോൾ കിട്ടും. അതാണ് സ്റ്റൈൽ സ്പ്ലൈൻ്റെ പ്രത്യേകത.